ഹലോ ഫ്രണ്ട്സ്, ജിൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ആ വീഡിയോ വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു ടോപ്പിക്കാണ്, ഒരു വീഡിയോയുടെ ടോപ്പിക്ക് വേണം. ആ ടോപ്പിക്കിന് അനുയോജ്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഡയലോഗ്, കാര്യങ്ങളൊക്കെ വേണം. ഇത് നമുക്ക് കംപ്ലീറ്റ് വെച്ചിട്ട് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഈ പ്രോംപ്റ്റ് കാര്യങ്ങൾ. ആദ്യമേ നമുക്ക് ഒരു ജെമിനി പ്രോ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ GCPയിലുള്ള VO3 ആക്സസ് വേണം. ഇത് മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ വെച്ച് ജനറേറ്റ് ചെയ്യെങ്കിലും ഈ തവണത്തെ വീഡിയോ ഞാൻ വെച്ചിട്ടല്ല, ഞാൻ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നതാണ്. അതിനും ഒരു കാരണമുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയാം. നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു പ്രോംപ്റ്റ് വേണം. അതായത് ഈ വീഡിയോയുടെ ടോപ്പിക്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് വേണം. ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ പ്രോംപ്റ്റ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. ഈ പ്രോംപ്റ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും വീഡിയോയുടെ കംപ്ലീറ്റ് സീൻസിൻ്റെ, അതായത് VO3യുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ 8 seconds വീഡിയോസ് അറ്റ് എ ടൈം ജനറേറ്റ് ചെയ്യുള്ളൂ വിത്ത് ഓഡിയോ. അതായത് ഓഡിയോ സൗണ്ടും പ്ലസ് വീഡിയോയും കൂടി ഉള്ള 8 seconds വീഡിയോസ് മാത്രമേ VO3 ഇപ്പോൾ ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് 8 seconds വീഡിയോസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പല ക്ലിപ്സ് എടുത്തിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ആദ്യമേ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് വെച്ചിട്ട് ChatGPT വെച്ചിട്ടോ അല്ലെങ്കിൽ ജെമിനി വെച്ചിട്ടോ പ്രിപ്പയർ ചെയ്യാം. ഇതുപോലെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അതിൻ്റെ ഡയലോഗും ഡിസ്ക്രിപ്ഷനും, അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിസ്ക്രിപ്ഷനും ഡയലോഗും കൂടി തരും. അപ്പോൾ ഈ ഡയലോഗാണ് പ്രധാനം കുറിച്ചുള്ള. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും കൊടുക്കുകയാണ്, മറ്റൊരു രീതിയിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി മലയാളം വീഡിയോയ്ക്ക് വേണ്ട ഡയലോഗ് ഇതിൽ തരും. അതിൽ സീൻ ബൈ സീനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഓരോ 8 seconds വീഡിയോസിലുള്ള ഡയലോഗ് സെപ്പറേറ്റ് സീനായിട്ട് നമ്മൾ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയ ഡയലോഗ് എടുത്തിട്ട് ഈ ഒരു രീതിയിലേക്ക് പ്രോംപ്റ്റ് മാറ്റുക. അതായത് ഓക്കെ, ഇത് ഞാൻ ആദ്യമേ ട്രൈ ചെയ്തതാണ്. ഇതിനകത്ത് ഓപ്ഷൻസ് പറയുന്നത് ക്രിയേറ്റ് എ വീഡിയോ ഇൻ മലയാളം, അതിൽ ബാക്ക്ഗ്രൗണ്ട് വരേണ്ട കാര്യങ്ങളെന്ന് പറയുന്നുണ്ട്, ഡയലോഗും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാവർക്കും ജിൻഫോടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് ആ ഒരു രീതിയിലുള്ള ഡയലോഗുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരെ എല്ലാവർക്കും ജിൻഫോടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് AI വന്നാൽ എനിക്ക് ജോലി പോകുമോ എന്ന കാര്യമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പ്രോ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ പോലും ഫ്രീ ടയറിലാണെങ്കിൽ പെർ ഡേ 2 വീഡിയോസ് ജനറേറ്റ് ചെയ്യാം. അതായത് 16 seconds വീഡിയോസ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഞാനിത് ട്രൈ ചെയ്തെങ്കിലും പിന്നെ ഈ ഫസ്റ്റ് വീഡിയോ തന്നെ അതിൻ്റെ റെസൊല്യൂഷൻ കാര്യങ്ങൾ ഇഷ്യൂസ് വന്നതുകൊണ്ട്, അതായത് നമ്മൾ ഫസ്റ്റ് ഫ്രെയിം കൊടുക്കുന്ന ഇമേജിൻ്റെ രീതിയിലായിരിക്കും വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെസൊല്യൂഷൻ കൊടുത്തതും ഔട്ട്പുട്ട് വന്ന വീഡിയോസും കറക്റ്റ് ആകാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ട്രൈ ചെയ്യേണ്ടി വന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തെ 2 വീഡിയോസ് ഞാൻ അത് വെച്ചിട്ട് തന്നെ ജനറേറ്റ് ചെയ്ത്, അതുകൊണ്ട് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ GCPയിൽ ഈ VO3 ആക്സസ് എടുത്തു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ Vertex AI എന്ന് പറഞ്ഞിട്ട് GCPയിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ Vertex AI പോയിട്ട് ട്രൈ Vertex AI എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ നമുക്ക് Vertex AI, അതായത് ഈ ഗൂഗിൾ ജെമിനി മോഡൽസിലുള്ള എല്ലാ മോഡൽസിലേക്കും, ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിലേക്കും നമുക്ക് ആക്സസ് കിട്ടും. ഓക്കെ, ഇങ്ങനെ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ജനറേഷനും ടെക്സ്റ്റ് ജനറേഷനും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ് മോഡലുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ജെമിനി പ്രൊവൈഡ് ചെയ്യുന്നതും ഇന്റേണലി അവർ മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് പേ ആസ് യു ഗോ, അതായത് നമ്മൾ എത്രത്തോളം മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര തവണ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര API കോൾസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനെല്ലാം നമ്മൾ പേ ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ്ലി വെച്ച് ജനറേറ്റ് ചെയ്യാത്തതിന് കാരണവും അതിൻ്റെ കോസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ തവണ ഞാൻ ജനറേറ്റ് ചെയ്ത വീഡിയോയുടെ കോസ്റ്റ് ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. കംപ്ലീറ്റ് കോസ്റ്റ് ബില്ലിങ് കാര്യങ്ങൾ കഴിഞ്ഞ തവണ ചെയ്ത ആ വീഡിയോയ്ക്ക് വേണ്ടി വന്ന, അതായത് ഏകദേശം ഒരു 2.5 minutes, അതിൽ കൂടുതലില്ല. പക്ഷേ ടോട്ടൽ ഞാൻ വീഡിയോ ജനറേറ്റ് ചെയ്ത് ഏകദേശം 5 minutesോളം വീഡിയോസ് ജനറേറ്റ് ചെയ്തു. ആ ജനറേറ്റ് ചെയ്തതിൻ്റെ കോസ്റ്റാണ്, അതിനകത്തുനിന്ന് എഡിറ്റിങ് കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എഡിറ്റിങ് ചെയ്യുന്നതിന് മുന്നേ ഏകദേശം 5 minutesോളം ഞാൻ വീഡിയോ ജനറേറ്റ് ചെയ്തു. ആ വീഡിയോയുടെ കോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ ജനറേറ്റ് മീഡിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് മീഡിയയിൽ തന്നെ നാനോ ബനാന അതാണ് ജെമിനി ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ ആക്സസ് ചെയ്യാം. നാനോ ബനാന അല്ലെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇമേജ് ജനറേഷൻ ഓപ്ഷൻ ഉണ്ട്.
പിന്നെ ഇത് വോയിസ് ജനറേഷനാണ്. പിന്നെ ലിറിക്സ്, അതായത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന VO3 ആണ്. VO3യിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വീഡിയോ ജനറേഷന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോഡലാണ്. ഓക്കെ, ഈ വീഡിയോ ജനറേഷനിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ VO3 ഉണ്ട്, അതിൽ VO3 പാസ് റിവ്യൂ, VO2, അങ്ങനെ ഒത്തിരി ഉണ്ട്. VO3യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഓഡിയോയും വീഡിയോയും ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്കിവിടെ പറയാൻ പറ്റും, നമുക്ക് സാമ്പിൾ ഇവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. 6 സെക്കൻഡ് വേണം, 4 സെക്കൻഡ് വേണം, 8 സെക്കൻഡ് വേണം. മാക്സിമം 8 സെക്കൻഡേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, 8 സെക്കൻഡുള്ള വീഡിയോ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ റെസൊല്യൂഷൻ നമുക്ക് കൊടുക്കാം 1080pയും 720pയും. ഓക്കെ, 1080pയിലുള്ള ഒരു ഇത് വെച്ചാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും, പക്ഷേ 720pയിൽ അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് കൂടി കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷണലാണ്. ഇത് ക്ലൗഡ് സ്റ്റോറേജിൽ വേണമെങ്കിൽ സ്റ്റോറേജ് ചെയ്യാം. പിന്നെ ജനറേറ്റ് ആഡിയോ ടിക്ക് ചെയ്തില്ലെങ്കിൽ അത് ഡയലോഗ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്കിനി വേണ്ടത് ഇതിനകത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ 3.1 പ്രിവ്യൂ, ഫാസ്റ്റ് പ്രിവ്യൂ യൂസ് ചെയ്യാം. ഫാസ്റ്റ് പ്രിവ്യൂ എന്ന കമ്പാരിറ്റീവ്ലി ഫാസ്റ്ററാണ്, കോസ്റ്റ് എഫിഷ്യൻറ്റുമാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് സബ്ജക്റ്റ് കാര്യങ്ങൾ ഇതിപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ആദ്യമേ നമ്മൾ ഈ വീഡിയോയിൽ വരേണ്ട ഫസ്റ്റ് ഫ്രെയിം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ആ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതും ഞാൻ ജെമിനി തന്നെ ഉപയോഗിച്ചിട്ടാണ്. അതായത് നേരത്തെ കണ്ട ഇമേജ് ജനറേഷൻ വെച്ചിട്ട് ഞാൻ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ കാണാം, ഞാൻ ജെമിനിയിൽ ഒരു ഇമേജ്, അതായത് നമുക്ക് വേണ്ട ഫ്രെയിമിലേക്ക്, ഫസ്റ്റ് ഫ്രെയിമിലേക്ക് വേണ്ട ഇമേജസ് എല്ലാം ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ടായിട്ട് ഞാൻ കൊടുത്തത് എൻ്റെ ഒരു ഫോട്ടോയും ഒരു ജിൻ ഫോട്ടോയ്ക്ക് എൻ്റെ ലോഗോയും, അത് വെച്ചിട്ട് നല്ലൊരു രീതിയിലേക്ക് അത് ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. നല്ലൊരു ഔട്ട്ഫിറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യും. നമ്മുടെ ഫേസിലുള്ള ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ഫേസ് കറക്റ്റായിട്ട് വരണമെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ആ ഇമേജ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഫ്രെയിമിൻ്റെ സൈസിലേക്ക് കൊണ്ടുവരണം. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതെല്ലാം ജെമിനി ജനറേറ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ്. ഓക്കെ, ജെമിനി ജനറേറ്റ് ആയിട്ടുള്ള ഇമേജസിൻ്റെ റെസൊല്യൂഷൻ നമ്മൾ വേറൊരു ഇത് വരുന്ന റെസൊല്യൂഷൻ ഡിഫറെൻറ്റ് റെസൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതുപയോഗിച്ച് നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്താൽ ബ്ലാക്ക് വരും, അതായത് ആ ഫ്രെയിമിൻ്റെ പുറത്തേക്ക് വരുന്ന പോർഷൻസ് ബ്ലാക്കായിട്ട് തന്നെ വീഡിയോയിൽ വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇമേജസ് ജനറേറ്റ് ചെയ്ത ഇമേജസ് നമ്മൾ ഒരു വീഡിയോ എഡിറ്റർ ഉപയോഗിച്ചിട്ട് ഒരു ഫോട്ടോ എഡിറ്റർ ഉപയോഗിച്ചിട്ട് റെസൊല്യൂഷൻ വേണ്ട വീഡിയോയുടെ റെസൊല്യൂഷൻ്റെ ഫ്രെയിം ഹൈറ്റും വിഡ്ത്തും ആക്കി ഈ ഇമേജിനെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് എടുത്തിട്ട് അത് കറക്ഷൻ വരുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഇമേജ് ചൂസ് ചെയ്യണം. ഈ ഒരു ഇമേജ് ഇവിടെ ചൂസ് ചെയ്ത് അത് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇതുപോലെ ഞാൻ ജനറേറ്റ് ചെയ്തെടുത്ത എല്ലാ ഇമേജസും ഈ റെസൊല്യൂഷൻ കറക്റ്റ് ചെയ്തിട്ടുള്ള ഇമേജാണ് ഇതിലേക്ക് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് എടുത്ത് ഇതിലേക്ക് ഫീഡ് ചെയ്യാണ്. ഓക്കെ, ഈ വീഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിമായിട്ട് വരിക, സ്റ്റാർട്ടിങ് ഫ്രെയിമായിട്ട് വരിക ഈ വീഡിയോ ആയിരിക്കും. നമ്മൾ ഈ ഡയലോഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് ഡയലോഗും അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ജെമിനിയിലൂടെ വന്ന ഡയലോഗ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡയലോഗ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിൽ ഡയലോഗ് വീഡിയോ ടൈറ്റിൽ കാർഡ് AI വന്നാൽ ജോലി പോകുമോ, ഈ ഒരു രീതിയിലുള്ള ഡയലോഗ് ഇവിടുന്ന് കോപ്പി ചെയ്യുക. അപ്പോൾ 8 സെക്കൻഡ് തോന്നിക്കുന്ന വിധത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സിമ്പിളി ഞാനിവിടെ കൊടുത്ത രീതിയിലുള്ള ഡയലോഗിലേക്ക് കൊടുക്കാം.
ഓക്കെ, ഞാനിപ്പോൾ ഒരു പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് ഇതിലേക്ക് ഇടുകയാണ്. അതിൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്, ഡയലോഗും പറയുന്നുണ്ട്. അതിൽ ഇത് ഇന്നത്തെ ഒരു ക്രിയേറ്റ് എ വീഡിയോ ഇൻ മലയാളം. അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം സബ് ടൈറ്റിൽ വേണ്ട എന്നുള്ളത്. ഇത്രയും കൊടുക്കുക. അതുപോലെ തന്നെ ഡയലോഗ്, ഇപ്പോൾ എല്ലാവർക്കും ജിൻഫോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് AI വന്നാൽ എനിക്ക് ജോലി പോകും. ഇത് കഴിഞ്ഞ തവണത്തെ വീഡിയോ ആണ്, ഞാനിത് ചെറിയൊരു മാറ്റം വരുത്താണ്. AI വന്നാൽ ജോലി പോകുമോ എന്നുള്ളതിൽ നിന്ന് ഈ ഒരു ഓപ്ഷൻ മാത്രം ഇടുക. എല്ലാവർക്കും ജിൻഫോട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, ഇത്രയും പോർഷൻ ചെറിയൊരു ഡയലോഗ് മാത്രം ഇടുന്നു. ഞാനിവിടെ 8 സെക്കൻഡ് എന്നുള്ളത് 4 സെക്കൻഡ് ആക്കുന്നു. നമ്പർ ഓഫ് റിസൾട്ട്സ് 1 ആക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ജനറേറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ഈ വീഡിയോ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലോ ഓൾ ഏജസ് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അഡൽട്സ് ഓൺലി ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, കുറച്ച് സമയം എടുക്കും, ഏകദേശം ഒരു 1 or 2 മിനിറ്റ് എടുക്കും ഈ വീഡിയോ ജനറേറ്റ് കംപ്ലീറ്റ് ആകാൻ. അതിനുശേഷം ഈ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഓപ്ഷൻസിൽ 4 സെക്കൻഡ്സ് കൊടുത്തതെന്ന് വെച്ചാൽ ഇത് ചെറിയ ഡയലോഗേ ഉള്ളൂ, നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി മോഡൽസ് അവൈലബിൾ ആണ്. അതിൽ വീഡിയോ 3 ജനറേറ്റ് ഓപ്ഷൻസ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസും ലിസ്റ്റ് ചെയ്യും. നമുക്കത് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാം. Veo 2 ഓഡിയോ ഇല്ല, വീഡിയോ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നുള്ളത് വെച്ചാൽ 9:16 അല്ലെങ്കിൽ 16:9 രണ്ട് ആസ്പെക്ട് റേഷ്യോസും ഇവിടെ പോസിബിൾ ആണ്. നമുക്ക് ഫുൾ വിഡ്ത്ത് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും ഇത് വെച്ചിട്ട് പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തുള്ളൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫാസ്റ്റ് പ്രിവ്യൂ, അതുപോലെ തന്നെ വീഡിയോ ലെങ്ത്, അതിന് വീഡിയോ റെസൊല്യൂഷൻ അതനുസരിച്ചിട്ട് ടൈം ഡിഫറൻസ് വരും. ഇത് നമുക്ക് ഈ വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോസ്റ്റ്, ഏറ്റവും കൺസേൺ ആയിട്ടുള്ള കാര്യം ഇതാണ്, കോസ്റ്റ്. അപ്പോൾ നമുക്ക് ഞാനിവിടുത്തെ കോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ബില്ലിങ്ങിലേക്ക് പോവുക. ബില്ലിങ്ങിലേക്ക് പോയിട്ട് ഇതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ ജനറേറ്റ് ചെയ്തതിൻ്റെ അല്ല, ഇപ്പോൾ ജനറേറ്റ് ചെയ്തതിൻ്റെ കോസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ ഏകദേശം 24 hours എടുക്കും. അതായത് ഇന്ന് നൈറ്റോടുകൂടി ഇതിൻ്റെ ബില്ലിങ് വരുള്ളൂ. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ജനറേറ്റ് ചെയ്ത വീഡിയോയുടെ കോസ്റ്റ് ഞാനിവിടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഏകദേശം ഇന്നത്തെ ഈ മാസത്തെ കോസ്റ്റാണ്. പക്ഷേ കഴിഞ്ഞ മന്തിലാണ് ഞാൻ ഇത് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ഇങ്ങനെ ഒരു GCP അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം. GCP അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു കാർഡ് ആഡ് ചെയ്താൽ മതി. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ ജോയിൻ ചെയ്യുന്ന സമയത്തിൽ ഒരു $2,000 അല്ല $200 ക്രെഡിറ്റ് വരും. ആ $200 ഫ്രീ ടയറിലുള്ള ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതിനുശേഷം അത് നമ്മളുടെ കാർഡിൽ നിന്ന് പേയ്മെൻറ്റ് പോവും. അപ്പോൾ അത് ഓരോ സർവീസിനും ഓരോ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ,
കഴിഞ്ഞ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയത് 13,000 രൂപയാണ്. അതായത് 5 മിനിറ്റ് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോസ്റ്റ്, 5 മിനിറ്റ് വീഡിയോ AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ എനിക്കായ കോസ്റ്റ് ആണ് ഈ കാണുന്നത്. 13,000 രൂപ, ഏകദേശം 13,000 ഇന്ത്യൻ റുപ്പി. ഓക്കെ, അതായത് ഇത് കോസ്റ്റ്ലിയാണ്, നല്ല കോസ്റ്റ്ലിയാണ് വീഡിയോ ജനറേഷൻ. അപ്പോൾ വീഡിയോ ജനറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഇത് വീഡിയോ ഇത് വെച്ചിട്ട് ജനറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റവന്യൂ, അതായത് യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ റവന്യൂ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വീഡിയോ ജനറേഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കോസ്റ്റ്ലിയാണ്. അത് കമ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. മീൻസ് ഒത്തിരി വീഡിയോസ് ജനറേറ്റ് ചെയ്തിടാൻ ടൈമുള്ളവർക്കും അതുപോലെ തന്നെ അവരുടെ ടൈമിൻ്റെ വാല്യൂവും അവർക്ക് വരുന്ന ഇതും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു അഡ്വർടൈസ്മെൻ്റൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഈ കോസ്റ്റും അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള കേസസിൽ ഇതായിരിക്കും ബെനിഫിഷ്യറി. പക്ഷേ അല്ലാത്ത സമയം നമുക്ക് നോർമൽ വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബെനിഫിഷ്യറി. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് വെച്ചിട്ടുള്ള വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ജിൻഫോടെക്കിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത വീഡിയോ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് കൊടുക്കാം. ഇനി അതല്ല, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളെങ്കിൽ 1080p ആയിരിക്കരുത്. 1080p വീഡിയോസിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞു 1080p എന്നുള്ളത് 720p ആക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 4 to 7 seconds ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പക്ഷേ അങ്ങനെ ആഡ് ചെയ്ത് വരുന്ന വീഡിയോസ് VO2 വെച്ചിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുക. അത് പക്ഷേ ഡയലോഗ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ബെനിഫിഷ്യറി അല്ല. നമുക്ക് ഡയലോഗ് ഇല്ലാത്ത വീഡിയോസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, എന്തായാലും ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന ഉദ്ദേശത്തോടെ ജിൻഫോടെക്. താങ്ക്സ്.